First you're gonna boil you down. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമംഗ് ദ ഫോളോയിങ് ഗിവൻ ഓപ്ഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് ഓർ അയോൺസ് ആക്ട് ആസ് ലൂയിസ് ആസിഡ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ H2O, BF3, OH- NH3 ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡിവിഷൻ മോളിക്യൂളാണ്. അതുപോലെ തന്നെ ഹൈഡ്രൈഡ്സ് ആൻഡ് ഹാലൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആർ നോൺ ആസ് ലൂയിസ് ആസിഡ്. അത് ഗ്രൂപ്പ് 13 എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലിയിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം, ഇതാണ് ബോറോൺ ഫാമിലി എന്ന് പറയുന്നത്, ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. സോ ഓപ്ഷൻസിൽ ബോറോൺ ഇസ് പ്രസന്റ്, അതായത് സോ ദ ആൻസർ ഈസ് BF3. നമുക്ക് വേണമെങ്കിൽ BF3യുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ബോറോണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 അതുപോലെ അതിന് 3 ബോണ്ടഡ് പെയേഴ്സ് ആണുള്ളത്. സോ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 സോ BF3 ഈസ് എ ഇലക്ട്രോൺ ഡിവിഷൻ മോളിക്യൂൾ ആൻഡ് ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. ഹോമോലൈറ്റിക് കോംപ്ലക്സ് ഫ്രം ദ ഫോളോയിങ് കോംപ്ലക്സസ് ഈസ്. ഹോമോലൈറ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ്, ഒരു ടൈപ്പ് ലിഗാൻഡ് ആയിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഡയമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ ആൻഡ് പ്ലാറ്റിനം 2. അതിൽ ലിഗാൻഡ്സ് വരുന്നത് NH3 ആൻഡ് Cl, ക്ലോറിഡോ ആൻഡ് നൈട്രിറ്റോ NO2. This is not a homolytic complex. And second option is pentaamine, carbonato, cobalt 2 chloride. അതിൽ ലിഗാൻഡ്സ് വരുന്നത് NH3 and CO3. This is also not a homolytic complex. And മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ട്രയമീൻ, ട്രയക്വ, ക്രോമിയം 3 ക്ലോറൈഡ്. അതിൽ ലിഗാൻഡ്സ് വരുന്നത് NH3 and H2O. This is not a homolytic complex. And fourth option is potassium trioxalato aluminate 3. ഇതിൽ ലിഗാൻഡ് വരുന്നത് ഓക്സലേറ്റോ C2O4. അപ്പോൾ ഇതിൽ ആ കൂടി ഒരു ടൈപ്പ് ലിഗാൻഡ് ആ സെൻട്രൽ മെറ്റൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് എ ഹോമോലൈറ്റിക് കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് ഒന്ന് വരച്ച് നോക്കാം. പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ്. ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം വരുന്നത് അലുമിനിയം Al ആൻഡ് ദ ലിഗാൻഡ് ഈസ് ട്രൈ ഓക്സലേറ്റോ. അപ്പോൾ C2O4 thrice. And the counter ion is potassium, so K. Charge of aluminium is +3. C2O4 is -2. So the charge of complex is -3. Charge of potassium is +1. So K3 can cancel the -3 charge. So our complex is K3Al C2O4 thrice. So the question is identify the product in the following reaction. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്. സോ നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡയസോണിയം, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ബെൻസീൻ ഡയസോണിയം. ഇവിടെ സീരീസ് ഓഫ് റിയേജൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് കുപ്രസ് ബ്രോമൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് HBr. സോ ഈ റിയാക്ഷൻ നമുക്കറിയാം സാൻമയേഴ്സ് റിയാക്ഷൻ ആണ്. ആസ് എ റിസൾട്ട് ബെൻസീൻ ബ്രോമൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. Then the second reagent is Mg, magnesium in the presence of dry ether. Dry ether. As a result, it becomes Grignard reagent.
MgBr. Further, it reacts with or get hydrolyzed to form benzene. So the answer is benzene. That's the reason why we always not keeping Grignard reagent in moisture condition. The answer is benzene. Our question is the number of sigma bonds, pi bonds and lone pair of electrons in pyridine respectively. അപ്പോൾ നമുക്ക് ആദ്യം pyridine സ്ട്രക്ചർ വരിക. Pyridine is an aromatic compound which containing nitrogen in the ring. അപ്പോൾ ഇതിനകത്ത് one lone pair, pyridine has one lone pair and three pi bonds and 1 2 3 4 5 6 7 8 9 10 11 sigma bonds. So the answer is B, 11 sigma bonds, 3 pi bonds and 1 lone pair. The relation between Nm, the number of presumable value of magnetic quantum number for the value of azimuthal quantum number is magnetic quantum number 2L plus so 2L is equal to answer is D. So our question is, consider the following reaction and identify the product P. അപ്പം റിയാക്ഷൻ ഞാൻ ബോർഡിൽ എഴുതിയിടാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രോഡക്റ്റ് പി ആണ്. ഈ ക്വസ്റ്റ്യൻ ഹൈഡ്രോകാർബണിൽ നിന്നാണ്. ഇത് നടക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഹൈഡ്രജൻ റിയാക്ട് വിത്ത് OH ടു റിലീസ് വാട്ടർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് we get a secondary carbocation. Now here there is a chance of tertiary carbocation which is more stable. So this positive charge ഇവിടെ വരും, hydrogen shift to here and we get the product. In the last step, this Br minus will attach to here. So ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. So the option is D, CH3C Br CH3 CH2 CH3. So our question is the correct order of energies of molecular orbitals of N2 molecule is. This is a theory question from chemical bonding. So N plus N equal to N2. The molecular orbitals is equal to the nitrogen containing 7 atomic number and N2 contain 14 and the correct order is, this is the correct order of N2 molecule. So the answer is D. So hello friends. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന the question is, for a certain reaction the rate is Ka square B when the initial concentration of A is tripled keeping concentration of B constant. The initial rate would be. So ഈ question belongs to the chapter chemical kinetics. So the question is, for a certain reaction the rate of reaction is so in second reaction rate. So നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന question, the initial rate would be. So the answer 9 times will increase. So option A, the increase by a factor of 6, option B increase by a factor of 9 and increase by a factor of C, and option D decrease by a factor of 9. The correct answer is option B, increase by a factor of 9. Quest gonna boil you down.